ഡിഗ്രി കഴിഞ്ഞു, സി വി ഉണ്ട്, പക്ഷെ ജോബില്ല. നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിതല്ലേ? ഇവിടെ പ്രോബ്ലം നിങ്ങളുടെ ഡിഗ്രി അല്ല, നിങ്ങൾക്ക് റൈറ്റ് ഇന്റേൺഷിപ്പ് കിട്ടാത്തതാണ്. ഒരു കമ്പനി എപ്പോഴും ഹയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇന്റേണിനെയാണ്, ഹു ക്യാൻ ലേറ്റർ ബിക്കം എ പ്രൊഫഷണൽ. അല്ലാതെ കമ്പനിക്ക് ഡിഗ്രി കഴിഞ്ഞ ഫ്രഷേഴ്സിനെ വേണ്ട. ബിക്കോസ് യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ജോബ് ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ എ കമ്പനി ടു ട്രെയിൻ ഫ്രം സീറോ ആൻഡ് യു ഡോണ്ട് വോണ്ട് ടു ടേക്ക് റിസ്ക്. നിങ്ങളൊരു ഡിഗ്രി ഓ പി ജി സ്റ്റുഡൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഡു ഇന്റേൺഷിപ്പ് ഇഫ് യു വോണ്ട് ടു ലാൻഡ് ഇൻ ദ റൈറ്റ് ജോബ്. ഹായ് ഓൾ, സുഹൈല ഹാഷിമിയർ. ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇന്റേൺഷിപ്പിനെ കുറിച്ചാണ്. വാട്ട് ഈസ് ഇന്റേൺഷിപ്പ്, why internship is very crucial, and how to get into the right internship. Before that, if you haven't subscribed the channel, please do subscribe it so that you will get very valuable information like this. What is internship? Internship is a short-term work experience. Internship simply means learning by working. In internship, there is no classroom or no theory. You will work on real company, real task and real deadline. നിങ്ങൾ കോളേജിൽ പഠിക്കുന്നത് തിയറിയാണ്, പക്ഷെ ഇന്റേൺഷിപ്പിൽ പഠിക്കുന്നതോ പ്രാക്ടിക്കൽ ജോബാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഞാനിത് പറഞ്ഞുതരാം. നിങ്ങളൊരു ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ബുക്ക് വായിക്കും, പക്ഷെ സ്റ്റിയറിംഗ് പഠിക്കാതെ ഒരിക്കലും നമുക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അതുപോലെ തന്നെയാണ് ഇന്റേൺഷിപ്പ്. ഓക്കെ, നിങ്ങൾ കോളേജിൽ പഠിക്കുന്നത് തിയറിയാണ്, പക്ഷെ ഇന്റേൺഷിപ്പിൽ നിങ്ങൾ ഈ പഠിച്ച തിയറി ഒക്കെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യും. ഇൻ ഷോർട്ട്, സ്റ്റിയറിംഗ് പിടിക്കുന്ന ഒരു ഫേസ് ആണ് ഇന്റേൺഷിപ്പ്, വിച്ച് മീൻസ് യു വിൽ ലേൺ ഓൾ ദ ജോബ് പ്രാക്ടിക്കലി. Whether it's IT, marketing, HR, logistics or finance, internship teaches you how work actually happens. Next, let's discuss why internship is important. Internship is very crucial. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത കാൻഡിഡേറ്റിന് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം. ഇന്റേൺഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ഓപ്ഷൻ അല്ല, ഇറ്റ്സ് മാൻഡേറ്ററി, ഇറ്റ്സ് കമ്പൽസറി. കമ്പനീസ് ഡോണ്ട് വോണ്ട് ടു ട്രെയിൻ ഫ്രം സീറോ. കമ്പനി പ്രിഫർ ചെയ്യുന്നത് ജോബ് അറിയാവുന്ന കുട്ടികളെയാണ്. നിങ്ങളുടെ സി വിയിൽ നിങ്ങൾ ഇന്റേൺഷിപ്പ് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടേണ്ട സാധ്യത വളരെയധികം കൂടുതലാണ്. വൈ ഇന്റേൺഷിപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ്? ദ ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് ജോബ്. ഡിഗ്രി ഓർ പി ജി കഴിഞ്ഞ് ഒരു ജോബിൽ എത്താനുള്ള ഗ്യാപ്പ് ഫുൾഫിൽ ചെയ്യുന്നത് ഇന്റേൺഷിപ്പ് ത്രൂ ആണ്. നോ ഇന്റേൺഷിപ്പ് മീൻസ് നോ ജോബ്. ഡിഗ്രി വോണ്ട് ഗിവ് യു എ ജോബ്, ബട്ട് ഇന്റേൺഷിപ്പ് വിൽ. നെക്സ്റ്റ് ഈസ് ഇന്റേൺഷിപ്പ് വിൽ ഹെൽപ്പ് യു ടു ഡെവലപ്പ് ദ റൈറ്റ് സ്കിൽ. നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസും അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കിൽസും ഇന്റേൺഷിപ്പ് വഴിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഹെൽപ്പ് യു ടു ബിൽഡ് എ നെറ്റ്വർക്ക്. നിങ്ങളൊരു ഇന്റേൺഷിപ്പിൽ കയറുന്ന സമയത്ത് ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പല പ്രൊഫഷണൽസിനെയും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്റേൺഷിപ്പ് ഈസ് ദ ബെസ്റ്റ് വേ ടു ബിൽഡ് യുവർ നെറ്റ്വർക്ക്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇറ്റ് ഹെൽപ്പ് യു ടു സെക്യൂർ യുവർ ഫസ്റ്റ് ജോബ്. നിങ്ങൾക്കൊരു ജോലി ഇല്ലാത്തതാണ് പ്രോബ്ലം ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുക. ആ എക്സ്പീരിയൻസ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ജോബിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, ലെറ്റ്സ് ഡിസ്കസ് ഹൗ ടു ഫൈൻഡ് ദ റൈറ്റ് ഇന്റേൺഷിപ്പ്. പല കുട്ടികൾക്കും ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നുണ്ട്, ബട്ട് ദേ ഡോണ്ട് നോ ഹൗ ടു ഗെറ്റ് ദ റൈറ്റ് ഇന്റേൺഷിപ്പ്. ഫോളോ ദിസ് 4 steps ടു ഗെറ്റ് ദ റൈറ്റ് ഇന്റേൺഷിപ്പ്. ഫസ്റ്റ് വൺ ഇസ് ഐഡന്റിഫൈ യുവർ ഗോൾ. ആദ്യം നിങ്ങൾക്ക് ഏത് ഇൻഡസ്ട്രിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകണം. വെദർ യു വോണ്ട് ടു സ്റ്റാർട്ട് യുവർ കരിയർ ഇൻ IT ഇൻഡസ്ട്രി, അതല്ല നോൺ IT ഇൻഡസ്ട്രി, അതല്ല ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രി ആണെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. IT ആണെങ്കിൽ ദർ ആർ മെനി ഓപ്ഷൻ ലൈക്ക് പൈത്തൺ, ഫുൾ സ്റ്റാക്ക്, ഡാറ്റ സയൻസ്, AI, അതുപോലത്തെ പല ജോബ് റോൾസ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. നോൺ IT ആണെങ്കിൽ ദർ ഇസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, ദെൻ വി ഹാവ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, HR, അക്കൗണ്ട്സ്, അങ്ങനെ പല സ്ട്രീംസ് അവിടെ അവൈലബിൾ ആണ്. Then if it's healthcare industry, again you have many options like hospital administration, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള പല ജോബ് റോൾസ് ഉണ്ട്. ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ ഗോൾ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ബിൽഡ് എ ബേസിക് പ്രൊഫൈൽ. നിങ്ങൾ സ്വന്തമായിട്ടൊരു പേഴ്സണൽ ബ്രാൻഡിങ് ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്ക് നല്ലൊരു CV ഉണ്ടായിരിക്കണം, നല്ലൊരു കവർ ലെറ്റർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യണം. ഇപ്പം ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് വൺസ് യു ക്രിയേറ്റഡ് യുവർ ലിങ്ക്ഡിൻ അക്കൗണ്ട്, യു ഹാവ് ടു സ്റ്റാർട്ട് ഒപ്റ്റിമൈസിങ് ഇറ്റ് ആൻഡ് ഡു ദ പോസ്റ്റിംഗ് റെഗുലർലി. ആൻഡ് ഓൾസോ യു ഹാവ് ടു വർക്ക് ഓൺ സ്മോൾ പ്രൊജക്ട്സ് ആൻഡ് അസൈൻമെന്റ്സ്. മാക്സിമം സ്കിൽസ് ഈ ടൈം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കണം. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സ്റ്റാർട്ട് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ. ഇന്റർവ്യൂ ചോദിക്കാൻ ചാൻസ് ഉള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ലൈക്ക് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, വാട്ട് ഇസ് യുവർ സ്ട്രെങ്ത്, വീക്ക്നെസ്, അതുപോലെ ബേസിക് സ്കിൽസിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത പ്രൊജക്ട്സിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ആസ് എ ഫ്രഷർ ഇന്റർവ്യൂവിൽ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് സേ ദിസ് ലൈൻ:
ഐ മേ നോട്ട് നോ എവറിഥിങ് ബട്ട് ഐ ലേൺ ഫാസ്റ്റ് ആൻഡ് ഐ ക്യാൻ ഡെലിവർ. ഇങ്ങനെ നിങ്ങൾ കോൺഫിഡൻറ്റോടെ സംസാരിക്കുന്ന സമയത്ത് കമ്പനീസ് മേ ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഡെഡിക്കേഷൻ ഓവർ യുവർ മാർക്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് അപ്ലൈ സ്മാർട്ട്ലി യൂസിങ് റൈറ്റ് റിസോഴ്സസ്. പല കമ്പനീസും ഓൺലൈനായും ഓഫ്ലൈനായും ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് യു ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ഫോർ ദ ഇന്റേൺഷിപ്പ്, അതല്ല നിങ്ങൾക്ക് ഇന്റേൺസ് ഗ്ലോബൽ വഴി ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്റേൺസ് ഗ്ലോബൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ വൺ ഓഫ് ദ ലീഡിങ് ഇന്റേൺഷിപ്പ് പ്രൊവൈഡിങ് കമ്പനിയാണ്. Okay, like past 1 month തന്നെ we have provided more than 60+ internship. ഓൺലൈനായും ഓഫ്ലൈനായും പല കുട്ടികളും ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തല്ല. ഓക്കെ, നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത ഒരു ഫസ്റ്റ് സെക്കൻഡ് ഇയർ ഒക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് തന്നെ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യണം. ആൻഡ് ഇഫ് യു ഡൂയിങ് മൾട്ടിപ്പിൾ ഇന്റേൺഷിപ്പ് ഇറ്റ് മീൻസ് മൾട്ടിപ്പിൾ അഡ്വാൻറ്റേജ് ടു യു. So my dear students, if you are looking for a job, start your internship right now. അതല്ല ഡിഗ്രി കഴിയട്ടെ, PG കഴിയട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് എനിക്കൊരു ജോലി തരട്ടെ എന്നൊക്കെ വെയിറ്റ് ചെയ്തിരുന്നാൽ എവിടെയും നിങ്ങൾ എത്താനും പോകുന്നില്ല, നിങ്ങൾക്ക് ജോബ് കിട്ടാനും പോകുന്നില്ല. ഓക്കെ, സോ ദ റൈറ്റ് ടൈം ഇസ് റൈറ്റ് നൗ. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇന്റേൺഷിപ്പിന് വേണ്ടി ട്രൈ ചെയ്യുക ആൻഡ് സ്റ്റാർട്ട് അപ്ലൈയിങ് ഫോർ ഇറ്റ്. See, the fact is കമ്പനീസിന് ഡിഗ്രി ഹോൾഡേഴ്സിന് വേണ്ട, കമ്പനീസിന് ഫ്രഷേഴ്സിന് വേണ്ട. ഓക്കെ, കമ്പനീസ് എക്സ്പെക്ട് ചെയ്യുന്ന ആരെയാണ്? ജോലി അറിയാവുന്ന അല്ലെങ്കിൽ ജോലി പഠിച്ചെടുക്കാൻ കഴിവുള്ള കുട്ടികളെയാണ്. സോ ഇന്റേൺഷിപ്പ് ഇസ് ദ ഓൺലി വേ ടു ഗെറ്റ് ഇൻ ടു യുവർ ഡ്രീം ജോബ്. ഓക്കെ, നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടാവട്ടെ, നിങ്ങളൊരു ടോപ്പർ ആവട്ടെ, പക്ഷെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഇല്ലെങ്കിൽ ജോലി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ ഇഫ് യു ഹാവ് എനി ക്വയറീസ് റിഗാർഡിംഗ് ഹൗ ടു അപ്ലൈ ഫോർ ഇന്റേൺഷിപ്പ്, അതിൽ ഏത് കമ്പനി അപ്രോച്ച് ചെയ്യണം, അതിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യാം, അതല്ല ഒരു കമ്പനി പോയിട്ട് ഓഫ്ലൈനായിട്ട് എങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിനെ കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഈ തന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വിൽ ബി ദെയർ ടു ഹെൽപ്പ് യു. So that's all for today. Thank you. Take care. Bye-bye.